ഹലോ ആസ്പിരൻസ്, വെൽക്കം ബാക്ക് ടു ബാങ്കിങ് മാസ്റ്റർ. അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മുടെ ഓൾ ഇന്ത്യ IBPS ക്ലർക്ക് അൾട്ടിമേറ്റ് മെഗാ ലൈവ് ടെസ്റ്റ് 18 ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പം അറ്റൻഡ് ചെയ്തതേ ഉള്ളൂ. അപ്പം എൻ്റെ റാങ്കും കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. റാങ്ക് അനൗൺസ് ചെയ്തിട്ടില്ല. റാങ്ക് 9:30 PM അനൗൺസ് ചെയ്യുക. നാളെ ഒക്ടോബർ 2 അനൗൺസ് ചെയ്യാം. സോ നമ്മുടെ കറക്റ്റ് എത്രയാണ് തെറ്റ്, സ്കോറൊക്കെ നമുക്ക് കാണിച്ചിട്ടുണ്ട്, ആക്യുറസി ഒക്കെ. അപ്പോൾ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നത് 79 അറ്റംപ്റ്റ്സ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. 79 അറ്റംപ്റ്റ്സ് ആണ് ഇവിടെ കാണുന്നുണ്ടല്ലോ. 79 അറ്റംപ്റ്റ്സ് ആണ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. മാർക്ക് വന്നിട്ടുള്ളത് 71.5 ആണ്. 71.5 അത്യാവശ്യം നല്ല മാർക്ക് തന്നെയാണെന്ന് തോന്നുന്നു. ആൻഡ് ആക്യുറസി ഈസ് 90%. ആക്യുറസി 90%ൽ 71.5 ഇസ് എ ഗുഡ് മാർക്ക് എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് 73 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 6 എണ്ണം തെറ്റിയിട്ടുണ്ട്. ആൻഡ് 21 ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയത് ഇംഗ്ലീഷ് ഞാൻ അത്യാവശ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ എറർ സ്പോട്ടിങ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് എല്ലാം കണ്ടിട്ട് നോ എറർ ആയിട്ടാണ് തോന്നിയത്. എറർ ആയിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാനൊരു 4 ക്വസ്റ്റ്യനോ മറ്റും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കത് നോ എറർ എന്നാണ് എല്ലാം തോന്നിയത്. അപ്പോൾ എല്ലാം നോ എറർ ആവില്ല എന്നുള്ളൊരു തോന്നൽ. അപ്പം ഞാനത് അറ്റംപ്റ്റ് ചെയ്തില്ല. ഉറപ്പില്ലാത്തതുകൊണ്ട് അറ്റംപ്റ്റ് ചെയ്തില്ല. ബാക്കിയെല്ലാം അത്യാവശ്യം കിട്ടുന്ന ഈസി രീതിയിലാണ് പാസേജ് ആയാലും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ക്വാണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വാണ്ടിൽ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഞാൻ ക്വാണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് പ്രാക്ടീസൊക്കെ മുടങ്ങിക്കിടക്കുകയാണ്. കുറച്ച് ദിവസമായിട്ട് കുറച്ച് തലവേദനയൊക്കെ ആയിട്ട് ഹെൽത്ത് ഇഷ്യൂസ് കാരണം പഠിക്കാനുള്ളൊരു മൂഡ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ കമ്പ്യൂട്ടർ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു മൈൻഡ് വർക്ക് ചെയ്യാത്ത പോലെ തന്നെ. അപ്പോൾ ക്വാണ്ടൊന്നും അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ അധികം അറ്റംപ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അത്യാവശ്യം സിംപ്ലിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ 2 സിംപ്ലിഫിക്കേഷൻ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ചെയ്തത് എവിടെയാണ് തെറ്റുന്നതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഓപ്ഷൻസ് എനിക്ക് കിട്ടുന്ന ആൻസർ അല്ല ഓപ്ഷൻസിൽ വന്നുകൊണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ബാക്കി മിസ്സിംഗ് നമ്പേഴ്സൊക്കെ എളുപ്പമുള്ള മിസ്സിംഗ് നമ്പേഴ്സാണ് വന്നത്. കറക്റ്റ് അതിൻ്റെ ഡിഫറൻസാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെയാണ്. പിന്നെ ഒരു DI ചെയ്തിട്ടുണ്ടായിരുന്നു. DI 2ഉം സിമ്പിളാണ് ഉണ്ടായിരുന്നത്. സിമ്പിളായിട്ടാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അർത്ഥമെറ്റിക് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ സ്കിപ്പ് ചെയ്തത്. ഞാൻ DI ആണ് ചെയ്തത്. അപ്പം DI ഏറ്റവും സിമ്പിളായിരുന്നു. ഒരു ടൈമിൻ്റെ ഒരു DI ആയിരുന്നു. അത് ഏറ്റവും ഒരു ടേബിളാണ്. അത് വെറും സിമ്പിളാണ്. എന്ന് വെച്ചാൽ ആ ലെവൽ ഒരിക്കലും എക്സാമിന് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അത്രയും സിമ്പിളായിരുന്നു. ജസ്റ്റ് 3 + 2 5 അതിൻ്റെ ആവറേജ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് സെൻട്രൽ ആംഗിളൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അത് കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. 2 DIസും. ബാക്കി അർത്ഥമെറ്റിക് ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോഴത്തേക്ക് സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അത്രയും അറ്റംപ്റ്റ് കൊടുത്തിട്ടില്ല. അത്രയും സ്പീഡായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ റീസണിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ റീസണിങ് 34 ഔട്ട് ഓഫ് 35 അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 34ൽ 1 എനിക്ക് കിട്ടിയതാണ്. പക്ഷേ സമയം അപ്പോഴത്തേക്കും കഴിഞ്ഞു പോയി. അതായത് ഒരു പസിലായിരുന്നു. ആ പസിൽ ഞാൻ കിട്ടില്ല എന്ന് വിചാരിച്ച കുറച്ച് ലെങ്തി പസിലായിരുന്നു. അപ്പോൾ ഞാൻ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വിട്ടതായിരുന്നു. പിന്നെ സമയം 6 മിനിറ്റോ മറ്റും ബാക്കി വന്നതുകൊണ്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോയി. അപ്പോഴത്തേക്കും അത് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് വരുമ്പോഴത്തേക്കും ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ടൈം തീർന്നു പോയി. സോ 34 ആണ് അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ തെറ്റില്ല എന്ന് വിചാരിക്കുന്നു. കറക്റ്റാണ്. ഇംഗ്ലീഷ് ആയിരിക്കണം തെറ്റിയിട്ടുണ്ടാവാം. ക്വാണ്ട് തെറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. റീസണിങ്ങും അത്യാവശ്യം ഇതിൽ 1-2 തെറ്റിനോ എന്ന് ഉറപ്പില്ല. അതായത് മറ്റേ ആൽഫ ന്യൂമറിക് ഉണ്ടായിരുന്നു. അതിൽ പെട്ടെന്ന് വവൽസ് ഉണ്ടോ, അറ്റ്ലീസ്റ്റ് 1 വവലുള്ള വേർഡ്സ് ഏതാണ്, വേർഡാണ് തന്നിട്ടുണ്ടായിരുന്നത്. അതൊരു 5 വേർഡ്സ് തന്നിട്ട് അതിൽ വവൽസിൻ്റെ കേസ് ഇപ്പോൾ ഒരു കൺസോണൻസ് പ്രീവിയസ് ലെറ്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എത്ര വവൽസ് ഉണ്ടാവാം, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതാണോ ഇത്രയും 6 റോങ് വന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ഏതാണെന്ന് അറിയില്ല. അതിപ്പം നാളെ മാത്രമേ നമുക്ക് കറക്റ്റ് എത്ര എണ്ണം ഏതിലാണ് തെറ്റിയത് എന്ന് അറിയാൻ വേണ്ടി പറ്റും. സോ എനിക്ക് എക്സാം ഉള്ളത് ഒക്ടോബർ 4 സാറ്റർഡേ ആണ് എനിക്ക് എക്സാം വന്നിട്ടുള്ളത്. നിങ്ങൾ IPS ക്ലർക്ക് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷിഫ്റ്റ് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം. എൻ്റെ ഉച്ചക്കത്തെ ഷിഫ്റ്റാണ്. 1 PM ആണ് റിപ്പോർട്ടിംഗ് ടൈം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. എക്സാം കഴിഞ്ഞ ഉടനെ ഞാൻ അനാലിസിസ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഒക്ടോബർ 4 ഷിഫ്റ്റ് ഉള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ മോക്ക് ടെസ്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ആൻഡ് നിങ്ങളുടെ സ്കോറും കാര്യങ്ങളും ഇതിനിടയിൽ കമൻറ്റ് ചെയ്ത് വെക്കുക. സോ നമുക്ക് എൻ്റെ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്നെക്കാളും മുമ്പിലാണോ എന്നുള്ളത് ഒരു ചെറിയൊരു കമ്പാരിസൺ നമുക്ക് നടത്താം. കാരണം ഇതിൽ വേറൊന്നും നമുക്ക് റാങ്കൊന്നും ഇല്ലാത്തതുകൊണ്ട് എത്ര കൂടുതൽ അറ്റംപ്റ്റാണ് കൊടുത്തിട്ടുള്ളത് എന്നത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 100 അറ്റംപ്റ്റ്സും കൊടുത്തിട്ടുണ്ടാവാം.
അപ്പം നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എത്ര അറ്റംപ്റ്റ്സ് ആണ്, എത്ര കറക്റ്റാണ്, എത്ര റോങ് ആണെന്നുള്ളത് കറക്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ആൻഡ് ആക്യുറസി കറക്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. 90% ആക്യുറസി ഉണ്ടോ, അതിലേബോ ആക്യുറസി ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇനിയൊരു മെഗാ ടെസ്റ്റ് ഉണ്ടാവും വിചാരിക്കുന്നു. കാരണം ഇനി 3 ദിവസം ഉണ്ടല്ലോ, അപ്പോൾ മിക്കവാറും ഉണ്ടാവുമായിരിക്കും. അപ്പം ഇനിയുള്ള മെഗാ ടെസ്റ്റുകളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റംപ്റ്റ് ചെയ്താൽ അതിൻ്റെ സ്കോർ കാർഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.